ടീച്ചറെ നമോ ഗോവിന്ദൻ ഭജൻസ് ക്രൈസ്തവ ഗാനം ആലപിച്ചതിൽ ദുരൂഹത കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത്തരമൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അവര് ഗാനം ആലപിച്ചതിൽ ദുരൂഹത, മറിച്ച് നമ്മൾ അത്തരത്തിലൊരു കീഴ്വഴക്കം തുടർന്ന് പോകരുത് എന്നതുകൊണ്ട് അത് അതിലത്തെ ശരികേട് ചൂണ്ടിക്കാണിച്ചു. അതാണ് കാരണം. ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് ഇന്നതെന്നുണ്ട്, അമ്പലത്തിൽ ഇന്നത്, പള്ളിയിൽ ഇന്നത്, അത് തുടർന്ന് പോവുക. അത് പരസ്പരം മാറി ചെയ്യുന്നതല്ല മതേതരത്വം, അതല്ല മതസൗഹാർദ്ദം, അതല്ല മതസഹിഷ്ണുത. ഓരോരുത്തരും അവനവന്റെ ആചരണങ്ങൾ കൃത്യമായി ചെയ്യുകയും അന്യന്റെ ആചരണങ്ങളെ അനുവദിക്കുകയും ചെയ്യുക. അത് തെറ്റെന്ന് പറയാതിരിക്കുക. നിങ്ങളുടെ മതം തെറ്റ്, എന്റെ മതം മാത്രം ശരി എന്ന് പറയാതിരിക്കുക. ഞാൻ എന്റെ മതാചരണവുമായി പോകാം, പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത്തരം അംഗീകരിക്കുക. അല്ലാതെ ഈ തരം ജാടയല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ. ഇവിടെ നടക്കുന്നത് അതാണ്. ജനകീയമായ കയ്യടിക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതാ മതേതരത്വത്തിന്റെ കേരള മോഡൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ക്ഷേത്ര കാര്യങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മതി. അവിടെ വരുന്നവർ പലരുണ്ടാകാം, പോകുന്നവർ പലരുണ്ടാകാം, വഴിപാട് കൊടുക്കുന്നവരോ സംഭാവന കൊടുക്കുന്നവരുണ്ടാകാം. അവർക്കനുസരിച്ച് ക്ഷേത്ര ആചാരങ്ങൾ മാറ്റാൻ തുടങ്ങിയാൽ ആ ആചാരങ്ങൾക്ക് ഒരു കൃത്യത ഉണ്ടാവില്ല. അതാണ് ഞാൻ നടത്തിയത്. അവിടെ വരുന്നവർ നല്ലൊരു ശതമാനം മദ്യപാനികളാണെങ്കിൽ അവർ വഴിപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ഭജനയുടെ പേരിൽ അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് വാറായി എന്നുള്ള പാട്ട് പറ്റുമോ? അപ്പോൾ അതിനൊക്കെ ചില മര്യാദകളില്ലേ? അപ്പോൾ അമ്പലത്തിൽ ചെയ്യേണ്ടത് അമ്പലത്തിൽ ചെയ്യുക, ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് മറ്റേ പള്ളിയിൽ ചെയ്യേണ്ടത് അവിടെ ചെയ്യുക, പൊതുസ്ഥലത്ത് എല്ലാം ചെയ്യുക.